28 സെപ്റ്റംബർ 2024 ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറബിൾ ഡേ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു ടു കോലാലംപൂർ മലേഷ്യ ആഫ്റ്റർ മാരേജ്. അതുമാത്രമല്ല എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടെ ആയിരുന്നു ആ ട്രിപ്പിന്. അത് എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ പോകാൻ സാധിച്ചതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടെ ആയതുകൊണ്ട് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് ഈ വീഡിയോയിൽ കാണാനുണ്ടല്ലേ. അപ്പോൾ എയർ ഏഷ്യ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുള്ള ഫ്ലൈറ്റ്. നല്ല സ്മൂത്ത് ഫ്ലൈ ആയിരുന്നു. ടേക്ക് ഓഫ് ആയി കഴിഞ്ഞിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു വ്യൂവും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് സോ സ്പെഷ്യൽ അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വലിയ എയർപോർട്ടാട്ടോ. നമ്മൾ നടന്ന് കുറേ നടന്ന് രാവിലെ തന്നെ ഒരു നല്ലൊരു വാക്കിംഗ് എക്സസൈസ് ആയിരുന്നു കോലാലംപൂർ എയർപോർട്ടിൽ. ഞങ്ങൾ മലേഷ്യയിൽ വന്നിട്ടുള്ളത് കൈർലി ട്രെയിൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻസിയുടെ പാക്കേജ് എടുത്തിട്ടായിരുന്നു. 4 days ആയിരുന്നു നമ്മുടെ ടോട്ടൽ ഐറ്റിനറി വരുന്നത്. ആൻഡ് അവരുടെ പാക്കേജ് വാസ് സോ ഗുഡ്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു അവർ ചെയ്തത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റേ. 5 സ്റ്റാർ പ്രീമിയം സ്യൂട്ട് റൂംസ് ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കോലാലംപൂർ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ആയിരുന്നുകൊണ്ട് എല്ലാ പ്ലേസസും ഭയങ്കര ആക്സസിബിൾ ആയിരുന്നു. ആൻഡ് വ്യൂ കണ്ടില്ല, എന്ത് അടിപൊളിയായിരുന്നെന്നറിയോ. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും, പുറത്തോട്ടൊന്നും ഇറങ്ങാനേ തോന്നത്തില്ല. അത്ര അടിപൊളി റൂമായിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കോലാലംപൂരിൽ നമ്മൾ ഫസ്റ്റ് പോയത് ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റിലായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് ഒരുപാട് ഫുഡ് നമ്മൾ ട്രൈ ചെയ്തു. കൂടുതലും നമ്മൾ കട്ട് ഫ്രൂട്ട്സും സ്വീറ്റ്സും പിന്നെ നൂഡിൽസും സീ ഫുഡുമാണ് കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നമ്മൾ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരിസരം മറക്കുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇവർ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടിയില്ലാതെ എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ പോയത് പെട്രോണാസ് ട്വിൻ ടവർ കാണാനായിട്ട് പോയത്. ആൻഡ് ഇതുപോലൊരു മാസീവ് സ്ട്രക്ചർ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെസ്മറൈസിങ് ആയിരുന്നു ആ ഒരു വ്യൂ. പെട്രോണാസ് ട്വിൻ ടവർ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. നമ്മളത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു വേറെ ഫീലാണ്. നമ്മൾ ഫോണിൽ കൂടെ കാണുന്നതിനെക്കാട്ടി എത്രയോ മടങ്ങ് എഫക്റ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മലേഷ്യ പബ്ലിക് ബാങ്ക് ഉള്ളത്. അതിൻ്റെ ബിൽഡിംഗ് ആട്ടോ ഇത്. അത് തന്നെ ഒരു അടിപൊളി കിടിലം ബിൽഡിംഗ് ആണ്. അതിൻ്റെ തൊട്ടടുത്താണ് സലോമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു ബ്രിഡ്ജ്. ഇവിടുന്ന് നമുക്ക് പെട്രോണാസ് ട്വിൻ ടവറിൻ്റെയും പിന്നെ പബ്ലിക് ബാങ്കിൻ്റെയും വ്യൂ കിടിലമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പെട്രോണാസ് ട്വിൻ ടവറൊക്കെ കണ്ട് റൂമിൽ തിരിച്ചു വന്നപ്പോൾ ഉള്ള കാഴ്ചയാട്ടോ ഇത്. എന്ത് അടിപൊളിയാണെന്ന് നോക്കി കോലാലംപൂർ സിറ്റി. ഞാൻ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എണീറ്റ് നോക്കുമായിരുന്നു ഈ വ്യൂ. അത്ര അടിപൊളിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ നേരെ പോയത് ബത്തു കേവ്സിലോട്ടാണ്. ഇവിടെ നമ്മൾ ആ മുരുകൻ സ്റ്റാച്ചു എല്ലാ മലേഷ്യ വീഡിയോസിലും മെയിനായിട്ട് കാണിക്കുന്നതാണല്ലോ ഈ മുരുകൻ്റെ സ്റ്റാച്ചു. ഈ മുരുകൻ്റെ സ്റ്റാച്ചുവിന് 140 അടി ഉയരമുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന സ്റ്റെയറിലെ ആ സ്റ്റെപ്പെല്ലാം നമ്മൾ കയറി മേളിൽ ചെല്ലുമ്പോഴാണ് ഈ ലൈം സ്റ്റോൺ മൗണ്ടനകത്തുള്ള ഗുഹ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല വലിയ കേവ് ആട്ടോ. ആ വലിയ കേവിൽ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മേളിൽ ചെന്നിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. ബത്തു കേവ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ 1.5 hours ഡ്രൈവ് ആയിരുന്നു. ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനിലോട്ടാട്ടോ ഞങ്ങൾ പോയത്. ശരിക്കും ഒരു വാഗമൺ വൈബായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ കേബിൾ കാർ റൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. താഴെന്ന് മുകളിലോട്ട് ഒരു 10 to 15 minutes എടുത്തിട്ടുണ്ടാവാം. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. മുകളിലോട്ട് എത്തുമ്പോൾ ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. ആൻഡ് ക്ലൈമറ്റ് ഒക്കെ പെട്ടെന്നായിരുന്നു ചേഞ്ച് ആയത്. ഇവിടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞത് കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീം പാർക്സ് ആണ്. നമ്മൾ ഈ കേബിൾ കാർ ചെന്ന് ഇറങ്ങുന്നത് ഒരു മോളിലേക്കാട്ടോ. ആ മോളിൽ ഇഷ്ടംപോലെ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. നല്ല ലക്ഷറി ബ്രാൻഡ്സിൻ്റെയും പിന്നെ അവിടുത്തെ ലോക്കൽ ബ്രാൻഡ്സിൻ്റെയും എല്ലാ ഷോപ്സും അവൈലബിൾ ആണ്. ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ വന്ന എല്ലാവരും ഈ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര ഹൈറ്റിലാട്ടോ ഇത് പോകുന്നത്. കേബിൾ കാറിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടാൻ പെട്ടെന്നാട്ടോ. അവർ പെട്ടെന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂവിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് അവർ തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്തോളും. ഒരാളിവിടെ പേടിച്ചിരിപ്പുണ്ട് കേട്ടോ. ആൾക്ക് കുറച്ച് ഹൈറ്റ് പേടിയാണ്. അപ്പോൾ നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കിഡിലും വ്യൂസ് ആട്ടോ ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മോള്. നല്ല കിഡിലും മോളാണ്. ഇവിടെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ലുലു മോളിലെ ഫൺ ടൂർ ഇല്ലേ, അതുപോലെ ഐറ്റംസ് നല്ല വലിയ സ്കെയിലിൽ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഫുഡാട്ടോ എക്സ്പ്ലോർ ചെയ്തത്. എവിടെ ചെന്നാലും നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ താഴോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ടെമ്പിൾ കണ്ടത്. ചിൻസ്വി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു ചൈനീസ് ടെമ്പിളാണ്.
അപ്പോൾ ഡേ 2ൻ്റെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്ക് ടു റൂമിലോട്ടാട്ടോ. ഞങ്ങൾ റൂം വരുന്നത് ബുത്തിക് പിങ്ക് താങ്ങിലെ ആക്സോൺ റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. 41st നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം. അതുകൊണ്ട് തന്നെ കിഡിലും വ്യൂ ആയിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്ന്. ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാട്ടോ. സ്കൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആട്ടോ ഇത്. ഞങ്ങൾ ഞെട്ടിപ്പോയി ശരിക്കും. ആ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഭയങ്കര മെസ്മറൈസിങ് ആയിരുന്നു. എൻ്റെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് കേട്ടോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പിന്നെ എനിക്ക് ജിമ്മുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ചേട്ടൻ അത് ആക്സസ് ചെയ്തിട്ടുണ്ട് നല്ലോണം. ജിമ്മിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. കോലാലംപൂർ സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള പെട്രോണസ് ട്വിൻ ടവറും KL ടവറും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. ഈ ഒരു വ്യൂ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്ത് കേട്ടോ മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നപ്പം. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അന്ന് രാത്രി കുറച്ച് കറങ്ങാനൊക്കെ പോയിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ ഡേ 3 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് മലേഷ്യയുടെ നാഷണൽ പാലസ് ആട്ടോ. ഇവിടാണ് മലേഷ്യയുടെ കിങ്ങിൻ്റെ റെസിഡൻസ്. അതിനുശേഷം നമ്മൾ പോയത് ഇവിടുത്തെ വാർ മെമ്മോറിയലിലാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ബ്രോൺസ് സ്റ്റാച്യു ഉണ്ട്. അത് മലേഷ്യൻ സോൾജേഴ്സിൻ്റെ സാക്രിഫൈസിന് വേണ്ടിയിട്ട് അവർക്കൊരു ട്രിബ്യൂട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കേട്ടോ. ഈ കാണാനുള്ള പ്ലേസസ് എല്ലാം അടുത്തടുത്ത് തന്നെ കേട്ടോ, ഒരുപാട് ട്രാവലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അവിടുത്തെ അക്വേറിയം കാണാനായിട്ടായിരുന്നു. അതിന് മുന്നേ എന്തായാലും നമുക്ക് ഫ്യൂൽ വേണമല്ലോ, അതായത് ഫുഡ് നല്ലൊരു ബിരിയാണിയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ അക്വേറിയത്തിലോട്ട് പോകുന്നത്. അക്വേറിയത്തിലോട്ട് പോകുന്നതിന് മുന്നെയാണ് നമ്മൾ KL ടവർ വിസിറ്റ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കയറിയിട്ട് കോലാലംപൂർ സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഡേ 3ലെ ലാസ്റ്റ് സ്റ്റോപ്പാണ് അക്വേറിയ KLCC. ഇവിടെ ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് സ്പീഷീസ് ഫിഷസ് ഉണ്ടായിരുന്നു. വലിയ മീനുകളും കുഞ്ഞു മീനുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസാണ് ഇനി, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. അങ്ങനെ നമ്മൾ അക്വേറിയം എല്ലാം കണ്ട് നടന്ന് ക്ഷീണിച്ച് ലാസ്റ്റ് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഞാൻ നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ഒന്ന് നോക്കിയപ്പോഴാണ് അവിടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാഫിക് ഉണ്ടെങ്കിൽ തന്നെ അവർ നല്ല ഡിസ്റ്റൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. നല്ലൊരു അറേഞ്ച്മെൻറ്റ്സിലാണ് വണ്ടിയെല്ലാം നിർത്തിയിട്ടുള്ളത്. ആർക്കും തിക്കും തിരക്കും ഇല്ല, ആരും ഹോൺ അടിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ കൊതിയാണ്, നമ്മുടെ നാട്ടിലിതൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പം നമ്മൾ ഈവനിങ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയോണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടി. അപ്പം നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇന്ന് നല്ലൊരു ടയറിങ് ഡേ ആയിരുന്നു. ഒരുപാട് നടന്ന് കുഴഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്തു. ഒരു ഇൻഫിനിറ്റി പൂളായിരുന്നു കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലായിരുന്നു ഇത്. അങ്ങനെ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്തപ്പോൾ തന്നെ മഴയും തുടങ്ങി. അങ്ങനെ കോലാലംപൂരിൽ വന്നിട്ട് നല്ല വെയിലും മഴയും ഫോഗും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ വ്യൂവും കണ്ട് സൺസെറ്റും ആസ്വദിച്ച് ഇവിടെ കുറേ നേരം അങ്ങിരുന്നു. ഇവിടെ നമുക്ക് എപ്പം മഴ പെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, കാരണം എപ്പോൾ വേണമെങ്കിലും പെയ്യാം. കുറച്ച് മുന്നേ വരെ നല്ല വെയിലായിരുന്നു. പെട്ടെന്നാണ് ഈ ക്ലൗഡ്സൊക്കെ വന്നിട്ട് മഴയും ഇടിയും മിന്നലും ഒക്കെ വന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എല്ലാവരും ഒട്ടിച്ചു വിട്ടു കേട്ടോ. അങ്ങനെ കോലാലംപൂരിൽ ലാസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഒരു 10 മണിയായപ്പോഴത്തേക്കും. എന്നാലും ലൈവ്ലി ആയിരുന്നു കേട്ടോ സ്ട്രീറ്റ്സ് എല്ലാം. ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ബുക്കിറ്റ് പിങ്ക് താങ് എന്നാണ്. ആൻഡ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡെല്ലാം നല്ല അടിപൊളിയാട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടുത്തെ മെജോറിറ്റി വണ്ടികളും നല്ല മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കേട്ടോ. ഇവിടെ അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിവിടുത്തെ ഒരു ഫേമസ് മോളാണ് പവിലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള.
ഇവിടുത്തെ മോൾസ് എല്ലാം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരെയും മോളിൽ നിന്നെല്ലാം ഇറക്കി വിടും കേട്ടോ. അപ്പോൾ 11 മണി കഴിഞ്ഞിട്ട് മോൾസിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. നല്ല ക്രൗഡഡ് ആയിരുന്നു. എല്ലാവരും ഇതുപോലത്തെ സ്ട്രീറ്റ് ഡാൻസസും സോങ്സും എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുമായിരുന്നു. ട്രാഫിക്കൊക്കെ ഉണ്ട് താനും, പക്ഷേ എന്നാലും അതൊരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളൂ കേട്ടോ. ആർക്കും ഒരു ശല്യമില്ല, ഹോണടിയോ അങ്ങനെ ഒരു ശല്യമില്ല കേട്ടോ. ഭയങ്കര കാമാണ് ഇത്രയും വണ്ടി അവിടെ ഉണ്ടായിരുന്നിട്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ 4 ഫൈനൽ ഡേ ഇൻ കോലാലംപൂർ സിറ്റി. ഭയങ്കര വിഷമമായിരുന്നു ഈ റൂം വെക്കേറ്റ് ചെയ്ത് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഒരു ഷോട്ടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഫോണൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തൊരു ഷോട്ടാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ആക്സോൺ റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റ് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പോയത് സെൻട്രൽ മാർക്കറ്റിലോട്ടാണ്. ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ സെല് ചെയ്യുന്നത്. ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഇതേപോലെ ബൊക്കേസൊക്കെ, ഫ്രഷ് ഫ്ലവർ ബൊക്കേസൊക്കെ സെല് ചെയ്യുന്ന കുറേ സ്റ്റോഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പോയത് ഒരു ചൈനീസ് ടെമ്പിളിലായിരുന്നു. ടെമ്പിളിൽ കയറുന്നതിന് മുന്നേ ചെരുപ്പ് ഊരണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞാൻ. പിന്നെ രണ്ടും കൽപ്പിച്ച് ആരോട് ചെരുപ്പൊന്നും ഊരി അവിടെ ഇട്ടേക്കുന്ന കണ്ടില്ല, അതുകൊണ്ട് ഞാനങ്ങ് കയറിപ്പോയി. എന്തായാലും ചൈനീസ് ടെമ്പിളിൽ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ചൈന ടൗണിലാണ്. ഇവിടെയും മെയിനായിട്ട് ഷോപ്പിങ്ങിനാണ് എല്ലാവരും വരുന്നത്. അവിടെയും കുറേയൊക്കെ ഷോപ്പിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് പുത്രജയ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ്. കോലാലംപൂർ സിറ്റിയുടെ സൗത്ത് സൈഡായിട്ടാണ് ഈ പുത്രജയ വരുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ 3 അട്രാക്ഷൻസ് കാണാനാണ് മെയിനായിട്ട് വരുന്നത്. ഒരു പിങ്ക് കളേർഡ് പുത്ര മോസ്ക് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഡോംഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഉണ്ട്, പിന്നെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട പുത്രജയ 3 ടയേർഡ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതാണ് പിങ്ക് മോസ്ക്. ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പിങ്ക് ഗ്രാനൈറ്റ് വെച്ചിട്ടാട്ടോ. അപ്പം ആ കാണുന്നത് പുത്രജയ ലേക്കാണ്. അത് മാൻമെയ്ഡ് ലേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിങ്ക് മോസ്ക് ആട്ടോ. പുത്ര മോസ്ക് എന്നും അതിനെ വിളിക്കാറുണ്ട്. മെയിനായിട്ട് അത് പിങ്ക് ഗ്രാനൈറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ് പിങ്ക് മോസ്ക് എന്ന് പറയുന്നത്. ആ ഗ്രീൻ ഡോം ഉള്ളതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കോംപ്ലക്സ് കേട്ടോ. അതിന് പ്രധാന പുത്ര എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു പുത്രജയ. അതും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് തിരിച്ച് നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ വന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ തിരിച്ചു പോകാനായിട്ട്. കാരണം നല്ലൊരു കൺട്രി ആയിരുന്നു മലേഷ്യ. ആൻഡ് കോലാലംപൂർ സിറ്റി വാസ് ദ ബെസ്റ്റ് ആൻഡ് എവറിത്തിങ് വാസ് സോ ഗുഡ്. ഫ്രം ദ സ്റ്റേ, ഫുഡ്, ട്രാൻസ്പോർട്ടും എല്ലാം അടിപൊളിയായിരുന്നു. ഒരുപാട് മിസ് ചെയ്യും മലേഷ്യ. അപ്പം അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ മലേഷ്യ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതേ അല്ല കേട്ടോ. ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രം ഞാൻ എടുക്കുന്നതാണ്. പക്ഷേ ഇവഞ്ച്വലി നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു തോട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.